ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ന്യൂട്ടെല്ലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആണല്ലോ, ചെറിയൊരു ബോട്ടിലിന് തന്നെ നല്ല വിലയുണ്ട്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ന്യൂട്ടെല്ല ബ്രെഡിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കോമ്പിനേഷനാണ്. കുട്ടികൾക്ക് വെറുതെ തിന്നാൻ പോലും ഇഷ്ടമാണിത്. അവരെന്തിനു കൂടെ വേണമെങ്കിലും കൂട്ടി കഴിച്ചോളും. വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. പിന്നെ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഹേസൽനട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത്. ഇപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും നട്ട്സൊക്കെ മേടിക്കുന്ന കടയിലൊക്കെ കിട്ടും. ഇത് കുറച്ച് റേറ്റ് ഉണ്ട്. ഇത് എല്ലായിടത്തൊന്നും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ഇതില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഇത് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളക്കടലയാണ്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ഇത് തോലോടെയാണ് വരുന്നത്. തോല് കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് തോലില്ലാതെയാണ് വരുന്നത്. ഇനി ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ നിലക്കടല ഉണ്ടല്ലോ, അതായാലും നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഹേസൽനട്ട് വെച്ച് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് വരുന്നത്. ശരിക്കുള്ള ഒറിജിനൽ ടേസ്റ്റ് വരുന്നത് ഇത് ഹേസൽനട്ട് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇത് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെയാണ് ഈ വെള്ളക്കടല, അല്ലെങ്കിൽ നിലക്കടല ആണ്. അതിനൊക്കെ ചെറിയ റേറ്റ് കൊടുത്താൽ മതി. അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 10 ബദാം എടുത്തിട്ടുണ്ട്. ഈ ബദാം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വെള്ളക്കടല വെച്ചിട്ടും നിലക്കടല വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് വരുന്നത് ഹേസൽനട്ട് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ്. ഞാൻ വെറുതെ പറയാൻ പാടില്ലല്ലോ, അപ്പോൾ ഉള്ള പോലെ തന്നെ പറയണം. നിങ്ങളെ കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഉള്ളത് പോലെ പറയാണ്. ഇത് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇത് വെച്ച് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടത് ഹേസൽനട്ട് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ടത്. പക്ഷെ നമ്മളെ കുട്ടികൾക്ക് പിന്നെ ഏതായാലും കുഴപ്പമൊന്നുമില്ല, ന്യൂട്ടെല്ല ആയാൽ മതിയല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വലിയ ചിലവുകളൊന്നും ഇല്ലാണ്ട് ഈ വെള്ളക്കടല വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ബദാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ ഈ വെള്ളക്കടലയാണെങ്കിലും നിലക്കടലയാണ് ഏതാണെങ്കിലും നമുക്ക് വറുത്തെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. വറുത്ത് കഴിയുമ്പോൾ നമുക്കിതിൽ തൊലി പെട്ടെന്ന് കളയാൻ പറ്റും. ഇപ്പം ഇതിൽ തൊലിയില്ല. നിങ്ങളടുത്ത് ഹേസൽനട്ട് തൊലി ഉള്ളതാണ് കിട്ടുന്നതെങ്കിൽ അത് വറുത്ത് കഴിയുമ്പോൾ ഒന്ന് നിലത്ത് വെച്ചിട്ട് ഒരു തുണിയിൽ വെച്ചിട്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ, തിരുമ്മി കഴിഞ്ഞാൽ തൊലിയൊക്കെ പെട്ടെന്ന് പോവും. അതേപോലെ തന്നെ ഇതും വറുത്തതിന് ശേഷം ഒന്ന് തുണി വെച്ചിട്ടൊന്ന് തിരുമ്മി കഴിഞ്ഞാൽ തൊലി പെട്ടെന്ന് അടന്നു പോയിക്കോളും. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇത് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഒരു ചെറിയ ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ നട്ട്സൊക്കെ വറുത്തെടുത്ത് ചൂടാറാൻ വെച്ചിരുന്നു. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലർക്ക് കുറച്ച് മധുരമുള്ളതാവും ഇഷ്ടം, ചിലർക്ക് നല്ല മധുരമുള്ളതാവും ഇഷ്ടം. പിന്നെ നമ്മൾ ഇതിനകത്ത് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ചിലപ്പോൾ ചെറിയ മധുരമുള്ളതാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിച്ച പഞ്ചസാരയിലേക്ക് തന്നെ നമ്മൾ ഈ നട്ട്സ്, വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം, നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് പൊടിയൂല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഒന്ന് അടിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അടിച്ച് അങ്ങനെ നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അരച്ചപ്പോൾ അത് ചെറുതായിട്ട് നമ്മൾ അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരും. ഇനി ഇതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മിൽക്ക് പൗഡർ. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല, ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളൂ. 2 ടീസ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നല്ല പോലെ അരച്ചിട്ട് എടുക്കണം. ഇനി നമുക്ക് ഓയിൽ ഇതിനകത്തേക്ക് ചേർക്കണം. ഇപ്പോൾ ഇതിനകത്ത് ഓയിൽ കുറച്ച് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ പറയാം ഓയിൽ എത്ര ചേർത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ അടിച്ചതിന് ശേഷം പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്സി ചൂടാവാതെ നോക്കണം, എന്നാലേ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നല്ല റെഡിക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് എളുപ്പം തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്രെഡില്ല, നിങ്ങൾക്കത് കാണിച്ച് അതിനകത്ത് ആക്കി തരാൻ ബ്രെഡില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റിയാണ്. ഇത് നമുക്ക് ഒരാഴ്ച വരെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരാഴ്ചയൊന്നും ഇരിക്കില്ല, കുട്ടികളുള്ള വീട്ടിൽ ഒരാഴ്ചയൊന്നും ഇത് ഇരിക്കില്ല, അതിന് മുന്നേ തന്നെ അവർ കഴിച്ച് തീർക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബോട്ടിലാക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ല ഞാനൊരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് ന്യൂട്ടെല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടിപൊളി ഹോം മെയ്ഡ് ന്യൂട്ടെല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ചോക്ലേറ്റ് അത്ര വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷേ എന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. ഹേസൽനട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളക്കടല വെച്ചിട്ടോ നിലക്കടല വെച്ചിട്ടോ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത്. പിന്നെ അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.